ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തിനാണ് മെഡിറ്റേഷൻ? എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, സഹരേഷ്. മുസ്ലിം കുട്ടിയാണ്, ചെറിയ പ്രായമായതാണ്. നമ്മുടെ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വല്ലാത്ത അവസ്ഥ വെച്ചാൽ നമുക്ക് ഇനി വരെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരവസ്ഥ. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഡിസ്ചാർജായി. എപ്പോഴും ചോദിക്കും, മാം ശരിയാവോ ശരിയാവോ എന്ന് പറയും. മോളി ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന പറയും. എന്നും ചെയ്യും. ഇപ്പം ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച, ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഇത്രയൊക്കെ ഉയർച്ച ഉണ്ടാവും. ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് വന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാവാനുള്ള കാരണം വേറെയുണ്ട്. ഞാനതിവിടെ പറയുന്നില്ല. മേ ബി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആരും. നമുക്കിവിടെ ജാതി മതമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇവിടെ മന്ത്രമോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്നാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു വിത്ത് ഫാമിലി. ഇന്ന് തായ്ലാൻഡ് പോവാണ്. 1 വർഷമായിട്ടില്ല നമ്മുടെ അതിലേക്ക് വന്നിട്ട്. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവളാണ് കൊണ്ടുപോകണു പൈസ ചിലവാക്കിയിട്ട്. എൻ്റെ ഇതിൽ പോലും അവൾക്ക് ഒരു GB പോലും ഉണ്ടായിരുന്നില്ല. ഉമ്മയുടെ ഫോണിൽ നിന്നാണ് അയച്ചത്. അപ്പോൾ ചേച്ചി എൻ്റെ കയ്യിലില്ല, ഞാൻ ഉമ്മയുടെ കയ്യിൽ നിന്ന് അയക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള കുട്ടി ഇന്ന് ഇത്രയും മാറി. ഇന്ന് അവൾക്ക് 2 ഫോണുണ്ട്, ലാപ്ടോപ്പുണ്ട്, സുഖസുന്ദരമായി ജീവിക്കുന്നു, ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു. ശരിക്കൊരു മെഡിറ്റേഷൻ കൊണ്ട് ഇത്രയൊക്കെ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൂടാ അല്ലേ? നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഇതാണല്ലോ. സമാധാനവും സന്തോഷവും സമ്പത്തും ആരോഗ്യം. എല്ലാ മാസവും അവൾക്ക് പീരീഡ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ഇന്നങ്ങനെയല്ല, സുഖമായി ജീവിക്കുന്നു.